അത്യാധുനിക സൗകര്യങ്ങളും എല്ലാ ടെക്നോളജികളും അടങ്ങിയ അമേരിക്കയുടെ കപ്പലുകളെ ഇറാന് തകർക്കാൻ കഴിയുമോ എന്ന ഒരു ചോദ്യം നിങ്ങൾക്കുണ്ടാകും. പക്ഷേ ലോകത്ത് ഏറ്റവും സ്പീഡുള്ള ടോർപിഡോ കയ്യിലുള്ളത് ഇറാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്താണ് ടോർപിഡോ എന്ന് പറയുന്നത്? മിസൈലുകൾ മുകളിലൂടെ അന്തരീക്ഷത്തിലൂടെയാണ് പറക്കുന്നതെങ്കിൽ വെള്ളത്തിനടിയിലൂടെ ചെന്ന് കപ്പലുകളെ പൊട്ടിച്ചു കളയുന്ന, നശിപ്പിച്ചു കളയുന്ന, മുക്കിക്കളയുന്ന ഉപകരണങ്ങളാണ് ടോർപിഡോ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഹൂത്തി എന്നറിയപ്പെടുന്ന ഇറാന്റെ ഒരു ടോർപിഡോ എന്നത് ഇത് ലോകത്തെ ഏറ്റവും സ്പീഡ് ഉള്ളതാണ്. ഇതിന്റെ സ്പീഡ് 1 മണിക്കൂറിൽ 360 കിലോമീറ്റർ ആണ്. ഇത് ഇത്ര വലിയ സ്പീഡാണോ എന്ന് ചിന്തിക്കും. ഇത് അന്തരീക്ഷത്തിലൂടെയല്ല പറക്കുന്നത്, വെള്ളത്തിലൂടെയാണ്. പക്ഷെ വെള്ളത്തിൽ ഇത്രയും കൂടുതൽ സ്പീഡ് ലഭിക്കാൻ എന്താണ് കാരണം? വെള്ളത്തിന്റെ റെസിസ്റ്റൻസ്, അതിന്റെ പ്രതിരോധങ്ങളെ മറികടന്ന് എങ്ങനെ ഇത്ര സ്പീഡ് ലഭിക്കുന്നു എന്ന ചോദ്യമുണ്ടാകും. അതിനൊരു പ്രത്യേകമായ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത് സൂപ്പർ കാവിറ്റേറ്റിംഗ് ടെക്നോളജി എന്ന്. ഇത് വെള്ളത്തിനടിയിലൂടെ ചലിക്കുന്നത് ഒരു വായുമണ്ഡലം സൃഷ്ടിച്ചുകൊണ്ടാണ്. വായുവിലാകുമ്പോൾ സ്പീഡ് ലഭിക്കുമല്ലോ. പക്ഷെ അതിനുവേണ്ടി ഇതിന്റെ മുൻഭാഗത്തു നിന്നും ഗ്യാസ് പുറത്തേക്ക് വരുന്നു. ഈ ഒരു വായു അവിടെ വായുമണ്ഡലം സൃഷ്ടിക്കുകയാണ്. അതാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു വായുമണ്ഡലം സൃഷ്ടിച്ചുകൊണ്ട് ആ വായുമണ്ഡലത്തിലൂടെയാണ് ഇത് സഞ്ചരിക്കുന്നത്. വെള്ളത്തിനടിയിലാണെങ്കിലും അതൊരു വായുമണ്ഡലത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് കൂടുതൽ സ്പീഡ് ലഭിക്കുന്നത്. സാധാരണ ഇത്തരം ടോർപിഡോകൾ പ്രൊപ്പല്ലറുകൾ ഉപയോഗിച്ചാണ് പോവുക. പ്രൊപ്പല്ലർ ആവുമ്പോൾ നമുക്കറിയാം ഇത് കറങ്ങിക്കൊണ്ട് അത് തള്ളുന്ന സമയത്ത് കൂടുതൽ സ്പീഡൊന്നും ലഭിക്കുകയില്ല. എന്നാൽ ഇത്ര സ്പീഡുള്ള മറ്റൊരു ടോർപിഡോ ഇന്ന് ലോകത്ത് ഇല്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത്. വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ടോർപിഡോ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഈ സംവിധാനം ഇറാൻ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന് പറയുന്ന പേര് ഹൂത്തി എന്നാണ്. ഹൂത്തി എന്ന് അറബിയിൽ പറയുന്നത് മത്സ്യം എന്ന ആശയത്തിലാണ്. അതേസമയത്ത് പാഴ്സി ഭാഷയിൽ ഇനി ഇതിന് എന്ത് അർത്ഥമാണ്? അവിടെയും ഹൂത്ത് എന്നത് മത്സ്യം തന്നെയാണോ എന്ന് എനിക്കറിയില്ല. രണ്ടാമത്തത് വൽ ഫജിർ എന്നറിയപ്പെടുന്ന സ്മാർട്ട് ടോർപിഡോയാണ്. ഇതെല്ലാം വെള്ളത്തിനടിയിലൂടെയാണ് പോകുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു കുമിള അവിടെ സൃഷ്ടിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് ഇത്ര കൂടുതൽ സ്പീഡ് ലഭിക്കുകയുമില്ല. എന്നാൽ എങ്ങനെയാണ് ഇത് കപ്പലിനെ ആക്രമിക്കുന്നത്? സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ടോർപിഡോകളെല്ലാം കപ്പലിൽ ചെന്ന് ഇടിച്ച് അത് പൊട്ടിത്തെറിച്ച് കപ്പൽ നശിക്കുകയാണ് എന്നാണ്. അങ്ങനെയല്ല. അങ്ങനെ ഇടിച്ചാൽ കപ്പലിൽ വലിയ കേടുപാടുകളൊന്നും പലപ്പോഴും സംഭവിക്കുകയില്ല. നേരെ മറിച്ച് ഇത് കപ്പലിന്റെ അടിയിലുണ്ടാകുന്ന കീലുണ്ട്, അവിടെ ചെന്നാണ് സ്ഫോടനം ഉണ്ടാക്കുന്നത്. ഈ കപ്പലുകളുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഈ കീലുകളാണ്. അതിലാണ് ആ ഒരു ഫ്രെയിമിലാണ് ഈ കപ്പൽ നിർമ്മിക്കപ്പെടുന്നത്. മാത്രമല്ല ഈ കപ്പലുകളുടെ ബാലൻസ് ക്ലിയർ ചെയ്യുന്നത് രണ്ടു ഭാഗത്തേക്കും ശരിയാതെ അതേ നിൽപ്പിൽ അത് നിൽക്കാൻ സാധിക്കുന്നത് വളരെ താഴോട്ട് ആയിന്നിറങ്ങുന്ന ഭാരമേറിയ ഈ കീലുകൾ മുഖേനയാണ്. ബാലൻസ് ക്ലിയർ ചെയ്യുക എന്ന് മാത്രമല്ല, കാറ്റുകളും മറ്റൊക്കെ ഉണ്ടാവുമ്പോൾ ദിശ മാറാതെ നേരെ തന്നെ സഞ്ചരിക്കാൻ ഇതിന് സാധിക്കുന്നതെല്ലാം ഈ കീലുകളാണ്. വ്യത്യസ്ത തരം കീലുകളുണ്ട്, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പക്ഷെ ഈ കീലിൽ എന്താണ് ഇത് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. ഈ കീലിന്റെ അടുത്ത് എന്ന് ഇത് വലിയൊരു സ്ഫോടനം ഉണ്ടാക്കുകയാണ്. ആ സ്ഫോടനം ഉണ്ടാക്കുമ്പോൾ വലിയൊരു കുമിളയാണ് അവിടെ രൂപപ്പെടുന്നത്. ഒരു വായുമണ്ഡലം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ആ ഒരു വായുമണ്ഡലം അതിന്റെ താഴ്ഭാഗത്തെ മുകളിലേക്ക് ഉയർത്തുകയാണ്. അപ്പോൾ കപ്പല് രണ്ടായി പിളരുന്ന ഒരു രീതിയാണ്, ഒരു ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു പെട്ടി മുകളിൽ നിങ്ങൾ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ നിങ്ങൾ വെച്ചു എന്ന് സങ്കല്പിക്കുക. അതിന്റെ താഴ്ഭാഗത്ത് നല്ലൊരു ബലൂൺ നിറച്ച വായു നിറച്ചൊരു ബലൂൺ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മധ്യഭാഗം താഴെയുള്ള അതിന്റെ മധ്യഭാഗം മുകളിലേക്ക് അതിന് പ്രഷർ ഉണ്ടാകുന്നു. ഈ രണ്ടു ഭാഗവും സൈഡുകളിലേക്ക് പിളരുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. ഇത്തരം ഒരു സംവിധാനമാണ് ടോർപിഡോകൾ ഉപയോഗിക്കുന്നത്. ഇതാണ് വലിയ കപ്പലുകളിൽ കാണുന്ന കീൽ എന്നറിയപ്പെടുന്നത്. എന്നാൽ ഈ ടോർപിഡോകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ ഗൈഡൻസ് സിസ്റ്റങ്ങൾ എങ്ങനെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു മിസൈലിൽ നമുക്കറിയാം ഗൈഡഡ് സംവിധാനങ്ങളുണ്ട്, റഡാർ സീക്കറുകളുണ്ട്, അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് സീക്കറുകളുണ്ട്. ഇങ്ങനെ മിസൈലുകളെ നിയന്ത്രിക്കുന്ന പല ഗൈഡഡുകളുമുണ്ട്. എന്നാൽ ഈ കടലിന്റെ അടിയിലൂടെ വെള്ളത്തിലൂടെ പോകുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ലക്ഷ്യം അതിന് കണ്ടെത്താൻ സാധിക്കുന്നത് എന്നാണ്. ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയമാണ് ഇവിടെ പറയുന്നത്, ദ ബബിൾ ജെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിന്റെ ഹോമിംഗ് സംവിധാനങ്ങൾ എങ്ങനെയാണ്? ഒന്ന് അക്കോസ്റ്റിക് ഹോമിംഗ് ആണ്. ഇത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് പാസീവ് ഹോമിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ കപ്പലിൽ നിന്നും എഞ്ചിൻ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം, ആ ശബ്ദത്തെ മനസ്സിലാക്കി ആ ശബ്ദത്തെ പിന്തുടരുന്ന ഒരു സംവിധാനമാണ് പാസീവ് ഹോമിംഗ് എന്നറിയുന്നത്. അക്കോസ്റ്റിക്കിലെ പാസീവ് ഹോമിംഗ് എന്ന് പറയുന്നത്. അതേസമയത്ത് ആക്റ്റീവ് ഹോമിംഗ് എന്ന് പറയുന്നത് ഈ ടോർപിഡോ തന്നെ ശബ്ദ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നു. അത് കപ്പലിൽ തട്ടി തിരിച്ചു വരുമ്പോൾ
അങ്ങനെയാണ് ആ കപ്പലിന്റെ ദിശയും അതിന്റെ പൊസിഷനും അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ മറ്റൊന്നാണ് വാക് ഹോമിംഗ് എന്ന് അറിയപ്പെടുന്നത്. ഇത് കപ്പൽ സഞ്ചരിക്കുമ്പോൾ അതിന്റെ പിന്നിലുണ്ടാകുന്ന കുമിളകൾ ഉണ്ടല്ലോ, ആ കുമിളകളെ പിന്തുടർന്നുകൊണ്ട് കപ്പലിനെ കണ്ടെത്തുന്ന രീതിയാണ്. എന്നാൽ അമേരിക്കയുടെ കപ്പലുകളിൽ ഈ ടോർപിഡോയ്ക്ക് എതിരെയുള്ള സംവിധാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് പുതിയ ഈ വിമാനവാഹിനി കപ്പലുകളിലെല്ലാം അത്തരം സംവിധാനങ്ങളുണ്ട്. അതിനെ ആന്റി ടോർപിഡോ സിസ്റ്റങ്ങൾ എന്ന് പറയും. അത് ഇതുപോലുള്ള ചെറിയ ടോർപിഡോകൾ തന്നെയാണ് അവിടെയും പ്രവർത്തിക്കുന്നത്. ആ ടോർപിഡോയിൽ നിന്ന് വരുന്ന, അതായത് എതിർഭാഗത്ത് നിന്ന് വരുന്ന ടോർപിഡോയിൽ നിന്ന് വരുന്ന ശബ്ദ തരംഗങ്ങൾ, ആ ശബ്ദ തരംഗങ്ങൾ മനസ്സിലാക്കി അതിനെ പിന്തുടർന്ന് അതിൽ ഇടിച്ചുകൊണ്ട് അതിനെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ്. എന്നാൽ ചില ടോർപിഡോകൾ അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. അത് കപ്പലിന്റെ ശബ്ദം മനസ്സിലാക്കിക്കൊണ്ടാണ് അതിലേക്ക് എത്തുന്നത്. എന്നാൽ അവിടെ ഈ ആന്റി ടോർപിഡോകൾ ചെയ്യുന്നത്, അമേരിക്കയുടെ ആ സംവിധാനങ്ങൾ ചെയ്യുന്നത്, ഈ വരുന്ന ടോർപിഡോയുടെ ശബ്ദ തരംഗങ്ങൾ, അതിന്റെ ശബ്ദം വേവ്സുകൾ അതിനെ പിന്തുടർന്നുകൊണ്ട് അതിലേക്ക് എത്തുക എന്നതാണ്. പക്ഷെ ഇവിടെ അമേരിക്ക പരാജയപ്പെടുന്നത് ഇറാന്റെ ഹൂത്ത് എന്നറിയപ്പെടുന്ന സിസ്റ്റത്തിന് മുന്നിൽ തന്നെയാണ്. കാരണം ആ സിസ്റ്റത്തിന്റെ സ്പീഡാണത്. കാരണം 360 കിലോമീറ്റർ സ്പീഡ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ കണ്ടെത്തുമ്പോഴേക്ക് അത് ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കും. അതുകൊണ്ടാണ് ഇറാൻ വളരെ ധൈര്യമായി ഈ കപ്പലുകളെ വെല്ലുവിളിക്കുന്നത്. ഇറാൻ ഇത് തകർക്കുമെന്ന് പറഞ്ഞാൽ തകർക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ടോർപിഡോകളെ എങ്ങനെയാണ് കടലിൽ എത്തിക്കുന്നത് ഇറാൻ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പേർഷ്യൻ കടലിൽ പതുങ്ങിയിരിക്കുന്ന ഗദീർ ക്ലാസ് എന്നറിയപ്പെടുന്ന സബ്മറൈൻ ഉണ്ട്, മിനി സബ്മറൈനാണ്, വളരെ ചെറുതാണത്. അതിന് ഒളിഞ്ഞിരിക്കാൻ, അതായത് പേർഷ്യൻ കടലിന്റെ പല ഭാഗങ്ങളിലും, അതായത് കൂടുതൽ ആഴമില്ലാത്ത കടലിന്റെ ഭാഗങ്ങളിൽ ഒളിഞ്ഞിരിക്കാൻ സാധിക്കും. ഇത് പൂർണ്ണമായും ടോർപിഡോകളാണ് ഇതിനകത്തുള്ളത്. ഇതിൽ നിന്നാണ് ഇത് തൊടുത്തുവിടുന്നത് കപ്പലുകൾക്ക് നേരെ. അതിനുവേണ്ടി മാത്രം ഇറാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള സബ്മറൈനാണ് ഇത് രണ്ടും. ഒന്ന് ഫതഹ് ക്ലാസ്, മറ്റൊന്ന് ഗദീർ ക്ലാസ്. ഈ രണ്ട് സബ്മറൈനുകളും ഈ ടോർപിഡോകളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം സജ്ജീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ കപ്പലുകൾക്ക് ഒരു വൻ വെല്ലുവിളി തന്നെയാണ്. മാത്രമല്ല ഇതിൽ ഏറ്റവും ഭീകരമായ പ്രശ്നമുണ്ടാക്കുന്നത് മുകൾ ഭാഗത്ത് നിന്ന് ഡ്രോണുകളും മറ്റൊരു ഭാഗത്ത് ടോർപിഡോകളും, ഇത് രണ്ടും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്ന ഘട്ടത്തിൽ കപ്പലുകൾക്ക് ഒരിക്കലും തന്നെ അതിനെ പൂർണ്ണമായി തകർക്കാൻ കഴിയില്ല എന്നതാണ് ഈ വിഷയത്തിലുള്ള വിദഗ്ധരായ ആളുകളുടെ എല്ലാം അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഇറാൻ സബ്മറൈനുകൾ ഉപയോഗിച്ച് ഈ ടോർപിഡോകളും ഒരു ഭാഗത്ത് ഇറാൻ ഡ്രോണുകളും ഉപയോഗിച്ച് കപ്പലുകളെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു നീക്കം ഇറാൻ നടത്തിയാൽ അമേരിക്കക്ക് അവിടെ പരാജയപ്പെടുകയല്ലാതെ മറ്റു വഴികൾ ഉണ്ടാവുകയില്ല എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.